സൂപ്പർ പടം, അടിപൊളി പടം. എന്തായാലും ഓണക്കപ്പിന് മോഹിച്ച് ആരും വരണ്ട, ലാലട്ടൻ തന്നെ തൂക്കുന്നത്. ക്ലീൻ ഫാമിലി ഉണ്ട്. കാരണം ഈ ഓണത്തിന് ഇറക്കാൻ പറ്റിയ പെർഫെക്റ്റ് എന്റർടൈനർ. സത്യനന്ദിക്കാന്റെ ഒക്കെ ഡയറക്ഷൻസ് ഒരു സത്യനന്ദിക ടച്ച് ഉണ്ട്, പക്ഷേ അതിനൊരു മോഡേൺ അപ്രോച്ച് ഉണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മക്കളും കൂടെ ഇതിന്റെ ഡയറക്ഷൻ ടീമിലുള്ളതിന്റെ ഒരു മോഡേൺ അപ്രോച്ച് കാണാൻ പറ്റും. പിന്നെ ലാലേട്ടൻ മറ്റേ നമ്മുടെ പ്രേമലു അമൽ ഡേവിസ് കോംബോ ഒക്കെ സൂപ്പർ ആയിട്ടുണ്ട്. പിന്നെ മളവിക മോഹനായാലും സംഗീതകാരെല്ലാം പെർഫെക്റ്റ് പെർഫോമൻസ് ആണ്. ഫാമിലി കംപ്ലീറ്റ് ഇഷ്ടപ്പെടും. ഒരുപാട് ചിരിക്കാനുള്ള നിമിഷങ്ങളുണ്ട്, ഇമോഷണലായ മൂവ്മെന്റ്സ് ഉണ്ട്, ടച്ചിങ് ആയിട്ട് മൂവ്മെന്റ് ഉണ്ട്. ഒരു ഫാമിലിക്ക് കാണാൻ പറ്റിയ പെർഫെക്റ്റ് മൂവി, നമ്മുടെ യൂത്തിന് ഇഷ്ടപ്പെടും. ഒരു പെർഫെക്റ്റ് എൻഡിങ്, സൂപ്പർ പടം. എല്ലാവരും മസ്റ്റായിട്ട് കാണാം. ഓണം ഹൃദയപൂർവ്വം തൂക്കി, ഹൃദയപൂർവ്വം മോഹൻലാൽ സത്യനന്ദിക്കാൾ. മൂവി ഭയങ്കര അടിപൊളിയായിരുന്നു. ഞങ്ങൾ എന്താ പറയുക, പ്രതീക്ഷയിലും കൂടുതൽ അടിപൊളിയായിരുന്നു. കോമഡി എവറിത്തിങ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഐ മീൻ ഒരു ഡ്രാഗിങ് ഇല്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. അവിസ്മരണീയമായി അത്രയും നല്ല സിനിമ എന്ന് പറഞ്ഞാൽ പോരാ, ഹൃദയത്തിൽ തൊട്ട് ഹൃദയപൂർവ്വം. കാരണം ഓണത്തിന് ലാലേട്ടൻ്റെ ഓണം റിലീസ് എന്ന് പറഞ്ഞാൽ അതൊരു ലാലേട്ടൻ്റെ ഓണം ഇപ്പോഴും ലാലേട്ടൻ ഓണത്തിന് വന്നിട്ടുള്ളപ്പോഴൊന്നും നിരാശപ്പെടുത്തിയിട്ടില്ല. ഇപ്പം രാവണപ്രഭു ആയിരുന്നാലും ബാലേട്ടനായിരുന്നാലും പിന്നെ ഒപ്പം ആയിരുന്നാലും രൺബീർ എണ്ണായിരുന്നാലും എല്ലാത്തിനും ഓണത്തിന് ലാലേട്ടൻ നിരാശപ്പെടുത്തില്ല. അതേപോലെ തന്നെ ലാലേട്ടൻ ഓണത്തിന് വന്ന് 6 വർഷത്തിന് ശേഷം ലാലേട്ടൻ ഇപ്പോൾ ഓണത്തിന് വന്നത് നിരാശപ്പെടുത്തിയിട്ടില്ല. അത്രയും നല്ല സിനിമയായിരുന്നു, വളരെ നല്ല സിനിമയായിരുന്നു. എല്ലാവരും ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ഫൺ പാക്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടി ഇമോഷണലായിട്ട് കയറി എന്നാൽ ഒരു സത്യനന്ദിക്കാട് ആ ഒരു കാലത്തിനനുസരിച്ച് തന്നെ പോകുന്ന അത്രയും നല്ല സിനിമയായിരുന്നു. ഫീൽ ഗുഡ് പടമാണ് ബ്രോ. ആണോ? എന്താ പ്രതീക്ഷ വന്നത് തന്നെ കിട്ടിയോ? ഫീൽ ഗുഡ് മാത്രം പ്രതീക്ഷ വന്നത്. അത്യാവശ്യം നല്ല ഫ്രീ തുടങ്ങാനോട്ട് അവസാനം വരെ അത്യാവശ്യം എൻഗേജിംഗ് ആയിട്ടാണ് പടം പോയിട്ടുള്ളത്. ഡയറക്ടർ മോഹൻലാലിനെ എങ്ങനെ ഉപയോഗിക്കണം അതുപോലെ ഉപയോഗിച്ചിട്ടുണ്ട് സിനിമ. അതെ, കോംബോ എങ്ങനെയുണ്ട്? അവര് പഴയ കോംബോ അല്ലേ വീണ്ടും വന്നേക്കുന്നത്? അടിപൊളി ലാലേട്ടൻ പൊളിച്ചു. അതെ പറയാനുള്ളത്. അതെ, നല്ല പടം, നല്ല മൂവി, നല്ല സൂപ്പർ കോമഡി കാര്യങ്ങളുണ്ട്, നല്ല സെന്റിമെന്റ്സ് ഉണ്ട്, നല്ല കഥയും എല്ലാം കൊള്ളാം. നല്ല ഡയറക്ഷൻ, സത്യനേക്കാന്റെ പഴയ നമ്മൾ കാണും പോലെ തന്നെ നല്ല സൂപ്പർ പടം. ലാലേട്ടൻ സൂപ്പർ ആയിരിക്കും, എല്ലാവരും കൊള്ളാം. നല്ലൊരു ഫാമിലി ചിത്രം, ഫീൽ ഗുഡ് കോമഡി ആയിട്ട് പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ ഓണത്തിന് ലാലേട്ടൻ നല്ലൊരു എന്താ പറയുക ഫാമിലി മൂവി തന്നെ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. സത്യനന്ദിക്കാടിൻ്റെ കുറേ നാൾ ഓണം തൂക്കി എന്ന് പറയുന്നത് ഫാമിലിയെ തൂക്കി എന്ന് ഉറപ്പായിട്ടും പറയാം. അപ്പോൾ ഫാമിലി ഒരു കോമഡി ചിത്രത്തെ ആരാധിക്കുന്ന യുവതലമുറയ്ക്കും കൂടിയുള്ളൊരു ഒരു അച്ഛൻ്റെ സ്ഥാനം എന്താണെന്നുള്ളത് ലൈഫിലേക്ക് കൊണ്ടുവരുന്ന ഒരു മൂവിയായിട്ട് സത്യനന്ദിക്കാട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നല്ല പടം, സൂപ്പർ പടം, നല്ലൊരു ഫാമിലി പടം കാണാൻ പറ്റും. ഓണം പൊളിക്കും എന്തായാലും. ഒരു കുറ്റവും പറയാനില്ലാത്ത നൈസ് പടം. ഓക്കെ, ലാലേട്ടൻ ഓണം തൂക്കിയപ്പോൾ എന്തായാലും ലാലേട്ടൻ ഓണം തൂക്കിയിരിക്കും. പറഞ്ഞ തന്നെ പറയാനുള്ളത്, മോഹൻലാൽ ഓണം തൂക്കിയിരിക്കും. കോമഡി എല്ലാം വർക്കാണ്. സത്യനന്ദിക്കാടിൻ്റെ ഏത് പ്രായക്കാർക്കും കാണാൻ പറ്റിയ നല്ലൊരു പടമാണ്. അടിപൊളി പടം, സൂപ്പർ. ഒരു 6 വർഷത്തിന് ശേഷം നമുക്ക് കിട്ടിയ ഒരു ഓണപ്പടമാണ് ലാലേട്ടൻ്റെ. ആ ഒരു ഗ്യാപ്പില്ലാതെ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു പടം നമുക്ക് തന്ന സത്യനന്ദിക്കാടിന് വളരെയധികം നന്ദി ഈ ഇതിലുണ്ട്. അതിനോടൊപ്പം തന്നെ ആ പേര് ലാലേട്ടന് ഇട്ട പേരാണ് ഹൃദയപൂർവ്വം. 100% ഹൃദയത്തിൽ തൊട്ടൊരു പടമാണ്. നീതി പുലർത്തുകയും ആ സെറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വളരെ നല്ലൊരു സെറ്റും അതിൽ ഓരോ ഇമോഷനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കുറച്ച് നേരമൊക്കെ അത് കണ്ടതാണ്. കഴിഞ്ഞിട്ട് നമ്മളടുത്ത് മോനെ എന്ന് പറഞ്ഞ കളിയും കാര്യങ്ങളും പറഞ്ഞിട്ട് പോകുന്ന ലാലേട്ടൻ അത് കഴിഞ്ഞിട്ട് അഭിനയിക്കുന്ന സീനുകൾ ഇതിൽ കാണുമ്പോഴത്തേക്കാണ് ആ ഒരു ഇമോഷനും മറ്റു കാര്യങ്ങളും ഉള്ള ആ രംഗങ്ങളിലൊക്കെ എത്തുന്നത്. ഓണം തൂക്കിയപ്പോൾ സൂപ്പറായിട്ട് 100% ഫാമിലിയിലെ ഒരു കുത്തൊഴുക്ക് ഇനി കാണും. സൂപ്പർ പടം, സൂപ്പർ ഫാമിലി പടം. നല്ല സിനിമ, അടിപൊളി, നല്ല സിനിമ, ഫാമിലി സിനിമ, നല്ല സിനിമ.